ഹലോ ഫ്രണ്ട്സ്, ക്രിയേറ്റേഴ്സ് ടെക് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു സാധനമാണ്. എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. അതും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഫ്രണ്ട്സ്, നമുക്ക് ഇത് ഉണ്ടാക്കാനായി ആദ്യമായി വേണ്ടത് ഇതേപോലെ ഒരു കാർഡ്ബോർഡിന്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ലെവലിൽ തന്നെ നല്ല കട്ടിയുള്ള സൈസ് ഒരു കാർഡ്ബോർഡിന്റെ ഷീറ്റ് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതേപോലെ ഉള്ള ഒരു ഫോട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഫോട്ടോ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഫോട്ടോ എടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഫോട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ന്യൂസ് പേപ്പർ ആവശ്യമുണ്ട്. പിന്നെ ഒട്ടിക്കാനായിട്ട് ഫെവിക്കോളും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്ലാക്ക് പെയിന്റ്, കളർ പെയിന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിന്റെ ബോർഡർ വരുന്ന ഇത് നമുക്ക് അടിച്ചു കൊടുക്കാനായി കറുത്ത പെയിന്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കാൻ നമുക്ക് ഇത്ര സാധനമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇനി നമുക്ക് ഇതുണ്ടാക്കാനായി ആദ്യമായി വേണ്ടത് ഇതേപോലെ ഒരു ബുക്കിന്റെ സെന്റർ പേജ് നമുക്ക് കിട്ടിയാൽ 3 പേജ് നമുക്ക് പറിച്ചെടുക്കാം. സെന്ററിന് നമുക്ക് 3 പേജ് ഇതിനായി ആദ്യമായി പറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 3 പേപ്പർ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒട്ടിക്കാനായി കുറച്ച് പശ മിക്സ് ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് കുറച്ച് ഫെവിക്കോൾ എടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ വൈറ്റ് പേപ്പർ, നമ്മൾ എടുത്ത പേപ്പർ ഈ കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ചുളുക്കല്ലാണ്ട് നമ്മൾ ഇത് ഫുള്ള് ഒട്ടിച്ചെടുക്കണം. നമ്മൾ മുൻഭാഗം ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം ബേക്കിലേക്ക് ആക്കിയും നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഫുള്ളും നല്ലവണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഫുള്ള് വൈറ്റ് പേപ്പർ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ചെയ്യാനുള്ളത് നമ്മൾ പത്രം എടുത്ത് ചെറുതാക്കി കീറിയതിനു ശേഷം ഇതിന് മുകളിൽ നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ പത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ എഴുത്ത് വരുന്ന ഭാഗം മാത്രം നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. ഈ ചെറിയ എഴുത്ത് വരുന്ന ഭാഗം മാത്രമാക്കി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ പേപ്പർ മുഴുവനും
ആവശ്യത്തിനുള്ള പേപ്പർ നമ്മൾ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണമാക്കി. ഇനി നമുക്ക് ഇത് ഈ ബോർഡിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് നമുക്ക് ഈ ബോർഡിലേക്ക് ഫെവിക്കോൾ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ട് ഒട്ടും തന്നെ ഗ്യാപ്പില്ലാത്ത രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത് കുറച്ചൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഈ ഫോട്ടോ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് ഫെവിക്കോളാക്കി ഒന്നും കൂടിയും ഉണക്കാൻ വെക്കേണ്ടതുണ്ട്. നമുക്ക് ഫെവിക്കോൾ എടുത്ത് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഈ ഫോട്ടോ ഒട്ടിച്ച് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ ആ പശവെള്ളവും ഫെവിക്കോളും ചേർത്ത പശ ഒട്ടി ഇതിൻ്റെ മുകളിൽ ഒന്ന് ഫുള്ളായിട്ട് നമുക്ക് അടിച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി അത് ഉണങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ ബോർഡർ ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിട്ടാൽ നോട്ട് ബുക്കിൽ നിന്ന് പേജ് നമുക്ക് പറിച്ചതിന് ശേഷം നമുക്ക് ഈ പേപ്പർ ഒന്ന് മടക്കിയെടുക്കേണ്ടതുണ്ട്. ഇതേപോലെ നമുക്ക് പേപ്പർ എടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് മുഴുവനായിട്ട് ചുരുക്കിയെടുക്കേണ്ടതുണ്ട്. നമുക്ക് ഇതേപോലെ ഇത് ചുരുട്ടിയെടുക്കാം. നമ്മൾ ഇത് കുറച്ച് പശയാക്കി ചുരുട്ടിയതിനു ശേഷം നമുക്ക് ഇത് ഒട്ടിച്ചു വെക്കാം. അപ്പോൾ ഇതിട്ടാൽ നമ്മൾ 15 എണ്ണം നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫുള്ള് നമ്മൾ ഇതേപോലെ 15 എണ്ണം ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ഇതേപോലെ 3 എണ്ണം എടുത്തതിന് ശേഷം ഒരു കടലാസിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ നമ്മൾ ഈ കടലാസിൽ പശയാക്കിയതിനു ശേഷം നമുക്ക് ആ 3 പേപ്പർ ചുറ്റിയതും ഇതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് 4 ഭാഗത്തേക്കുള്ളത് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ഒരു ചതുരത്തിന് ഫ്രെയിം രൂപത്തിൽ ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത് 4 എണ്ണവും ഇതേപോലെ
ഉണക്കി നന്നാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മുകളിൽ ഭാഗത്ത് ഇതിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വെക്കാൻ പാകത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കോൺ രൂപത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ 4 പീസും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഇതിൽ ബ്ലാക്ക് പെയിന്റ് അടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കളർ നിങ്ങൾക്കും അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ബ്ലാക്ക് കളർ പെയിന്റ് അടിച്ചു കൊടുക്കാം. അതിനായി നമ്മൾ ഈ കളറാണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ ഒന്ന് പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ 4 എണ്ണവും പെയിന്റ് അടിച്ചെടുക്കാം. നമ്മൾ ഇത് 4 എണ്ണവും ഇതേപോലെ പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ഉണങ്ങാൻ വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മളുടെ ഫോട്ടോയിലേക്ക് ഇത് സൈഡിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത് ഈ ഫ്രെയിം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ആ കടലാസ് ചുരുട്ടിയെടുത്ത ഭാഗം ഇതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നല്ലവണ്ണം. നിങ്ങൾക്ക് കാണാം ബ്ലാക്ക് പെയിന്റ് അടിച്ച കടലാസ് നമ്മൾ ഇതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഭംഗി ഇതിനുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ഫ്രെയിം നിങ്ങൾക്കും ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിനാകെ ചിലവ് വരുന്നത് 25 രൂപയാണ്. 25 രൂപയുടെ ഒരു പെയിന്റ് വാങ്ങിയാൽ നിങ്ങൾക്ക് ഇതേപോലെ 4-5 എണ്ണം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ആവശ്യം വരുന്നത് 5 രൂപയുടെ ഫെവിക്കോളുമാണ് ഇതുണ്ടാക്കാൻ നിങ്ങൾക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനും നല്ലൊരു വീഡിയോ എത്തുന്നതായിരിക്കും. ദിസ് ഈസ് അബുൽ സൈനിങ് ഔട്ട്.